ഒരുപാട് സ്നേഹത്തോടെ നമ്മളെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, അംബികാമാൻ, ബിജുക്കുട്ടി ചേട്ടാ, നമസ്കാരം. എന്നാ പിന്നെ തുടങ്ങല്ലേ? വീട്ടിന് കരുനാപ്പള്ളിക്കാരുണ്ട്, ആദ്യത്തെ സ്കിറ്റ് മായുണ്ട്, നമ്മുടെ ശ്രീജുണ്ട്, സൈചേട്ടനുണ്ട്. ഒരു നല്ല കൈഡി. അയ്യോ അമ്മ, അയ്യോ ചേട്ടാ, ഞാനല്ലേ ഗർഭിണി, അപ്പൊ എനിക്കല്ലേ ക്ഷീണം വേണ്ടത്? ഇതിന് കാരണക്കാരൻ ഞാനാണല്ലോ. അപ്പൊ അല്പ ക്ഷീണം എനിക്കും ആകാം. എന്തായാലും മകൻ മതി. മകൾ മതി. മകൾ മതിയോ? അതങ്ങ് ബാഹുബലിയിലല്ലേ. മകള് മതിയെന്ന്. മകൻ മതി. മോള് മതി. മകൻ മതി. മോള് മതി. മോൻ 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 മതി. മോളെ മോളെ പൊന്നു മോളെ. മോനെ മോനെ പൊന്നു മോനെ. മോളെ മോളെ പൊന്നു മോളെ. മോനെ മോനെ പൊന്നു മോനെ. സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും. നാടിന്റെ പൊന്നോമന മുത്തേ. നാടിന്റെ പൊന്നോമന മുത്തേ. പുറത്തു വരുന്നവരെ സമരം ചെയ്യും. പുറത്തു വരുന്നവരെ സമരം ചെയ്യും. അയ്യോ ചേട്ടാ, ഇത് വയലിന്റെ നടുക്കല്ലേ? ഇവിടെ നിന്ന് സമരം ചെയ്തു കഴിഞ്ഞാൽ കർഷക സമരം എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ചോണ്ട് പോകും. ലിംഗനിർണയ സമരം തുടരും. എങ്ങനെ? ലിംഗനിർണയ സമരം തുടരും. ആദ്യം ഈ കുഞ്ഞ് പുറത്തോട്ടൊന്ന് വരട്ടെ. പിറവത്ത് വരട്ടെ എന്നല്ല, പുറത്തോട്ടൊന്ന് വരട്ടേന്ന്. എടി, നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? എടി, 7ാം മാസത്തിലാണ് സാധാരണ ഈ വയറ് കാണിക്കലും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. നിനക്കിപ്പോ 9 മാസമായി, മാസം തികഞ്ഞ് നിൽക്കാണ്. വല്ല കാര്യം ഉണ്ടോ ഇത്? അതിന് 7ാം മാസം എനിക്ക് വയറുണ്ടായിരുന്നോ? വയറോടെ പോയി? ഗൾഫിൽ പോയി. ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ പൊന്ന് ചേട്ടാ, എനിക്ക് ഇച്ചിരി വയറല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 9 മാസം ആയപ്പോഴാണ് എനിക്ക് വയറ് വന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വയറിലായാ മതി. ചേട്ടാ, എന്റെ കൂട്ടുകാരി കാർത്തികല്ലേ, അവള് ഫോട്ടോഷൂട്ട് നടത്തിയിട്ടല്ലേ ഗർഭിണിയായത്. അല്ല, അങ്ങനെയല്ല, ഗർഭിണി ആയിട്ടല്ലേ ഫോട്ടോഷൂട്ട് നടത്തിയത്. നോക്കിയപ്പോഴേ 1 മില്യൺ വ്യൂവേഴ്സും 50K ഫോളോവേഴ്സാ കൂടിയത്. എനിക്ക് അവളെ വെട്ടിക്കണം, എനിക്ക് ഈ വയറ് വെച്ച് വൈറലാവണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സംഭവം കഴിഞ്ഞിട്ട് കുഞ്ഞു പിന്നെ പ്രസവിച്ചല്ലോ, ഈ പ്രസവത്തിന് ചരടേട്ടന് എന്തെങ്കിലും കിട്ടിയായിരുന്നു? കാർത്തികയുടെ കുട്ടിക്ക് അവൾക്ക് എന്തോ 3 കുഞ്ഞു മോതിരും ഒരു ചെറിയ വളയും കിട്ടി. അത് പിന്നെ ചെലവുള്ള കേസാണല്ലോ. മറ്റേ ഇതാവുമ്പോ ഫോൺ എടുത്ത് വെച്ച് കുത്തിയാതിയല്ലോ, ചുമ്മാ കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ എന്തോരം റീൽസ് ഇടുന്നുണ്ട്, നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാരോ ഒരു കുഞ്ഞു ലൈക്ക് എനിക്ക് തരുന്നുണ്ട്. ലൈക്ക് ഇടുന്നില്ലെന്ന് പോട്ടെ, അവർ ഇടയ്ക്കിടയ്ക്ക് നല്ല കമന്റ് പറയുന്നുണ്ട്, അത് നീ കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. അതാ എനിക്കും പറയാനുള്ളത്, നല്ല കമന്റ് പറയുന്നുണ്ട്. ചേട്ടാ, ഞാൻ ഈ പ്രസവത്തിന് പോകുമ്പോഴേ എനിക്ക് എന്തായാലും എന്റെ മുറിയിൽ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ തരണേ. എന്റെ മുറി കൊണ്ടുവെക്കത്തില്ല, അത് അവന്മാരുടെ അടുത്ത് അടിക്കളയും. അത് അവന്മാർ വരും, കുപ്പി എടുക്കേണ്ടി വരും, എനിക്ക് ഉറപ്പാത്. അയ്യോ, കുപ്പിയല്ല, എന്നെ പ്രസവത്തിന് ആശുപത്രിയിലേക്ക് കയറ്റില്ലേ, അപ്പൊ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ എന്റെ കയ്യിൽ തന്നു വിടണേ. ബ്രാൻഡഡ് ലിപ്സ്റ്റിക്, ബ്രാൻഡഡ് കൺമഷി, ബ്രാൻഡഡ് പൗഡർ. എന്റെ കുഞ്ഞ് ആദ്യമായിട്ട് പുറത്തു വരുമ്പോ അവൻ അറിയണം, എന്റെ മുഖം കാണുമ്പോ അവന്റെ മമ്മിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്ന് അവൻ അറിയണം. അതിനു വേണ്ടിട്ടാ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഇത്രയും ബ്രാൻഡഡ് സാധനങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേ ജനിച്ചു വന്ന കൊച്ചു ഒരു തുണിയും മണി ഇല്ലാതെ കിടക്കുന്നത്. നമുക്ക് ആദ്യം അതിനൊരു തുണി മാറ്റി കൊടുക്കാം, അതാണ് വേണ്ടത്. അല്ലാതെ ഈ ബ്രാൻഡഡ് കോപ്പെന്നൊക്കെ പറഞ്ഞോണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് ശരീരമാണെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, എങ്കിലും നല്ല കുഞ്ഞു ജനിക്കത്തുള്ളൂ. ശരീരമാണെങ്കിൽ ഞാൻ ഡാൻസ് ചെയ്യുന്നില്ലേ? ഡാൻസിലൊന്നും കാര്യമില്ല, അതൊക്കെ എന്റെ അമ്മ എന്നെ ഗർഭിണിയായിരുന്നപ്പം നല്ല രീതിയിൽ ശരീരാനങ്ങമായിരുന്നു. അവര് ഓടും, അവര് ചാടും, അവര് നീന്തും, അവര് വിറക് കീറും, അവര് തേങ്ങ പൊളിക്കും, അങ്ങനെ ശരീരം അനങ്ങിയിട്ടുള്ള പണിയൊക്കെ അവർ ചെയ്യുമായിരുന്നു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവര് പണിയെടുക്കുന്നത് തന്നെ ഗർഭിണി ആവാൻ വേണ്ടിയിട്ടാണോ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കും. എന്താണ് പറയുന്നത് ചുമ്മാ എന്റെ അമ്മ? പിന്നല്ലാതെ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അമ്മയുടെ വയറ്റിലാണല്ലോ, എങ്ങനെ മനസ്സിലായി ഇത്രയും പണിയെടുക്കുന്നുണ്ടെന്ന്? അത് പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മ എന്റെ അടുത്ത് പറഞ്ഞു. വെറുതെ അല്ല, എല്ലാവരും എന്നെ കെട്ടിക്കൊണ്ട് വന്നപ്പോ പറഞ്ഞത്. എന്താ പറഞ്ഞു? നിങ്ങളുടെ അമ്മ ലോക നുണച്ചിയാണ്. എന്റെ അമ്മയെ കുറിച്ച് അതൊന്നും പറയില്ല കേട്ടോ, സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഞാൻ പണിയെടുക്കുന്നൊക്കെ ഉണ്ട് ചേട്ടാ, അതൊക്കെ വിട്. നല്ല കുഞ്ഞ് ജനിക്കണമെങ്കിലേ ഈ കുഞ്ഞിന് വിശക്കുമ്പോ നല്ല ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കണം. ആപ്പിള്, മുന്തിരി, പഴം, ഓറഞ്ച്, എന്നാലല്ലേ കൊച്ചിന് നല്ല കളർ വെച്ച് നല്ല ചുണ്ടര കുട്ടനാവുള്ളൂ. ഇത്രയും ഫ്രൂട്ട്സ് തിന്നാൻ വേണ്ടിട്ട് ഇതിനകത്ത് കിടക്കണം മലയെണ്ണാനല്ല. അത് ആദ്യം മനസ്സിലാക്കണം. അവളാ ഫ്രൂട്ട് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് നിങ്ങൾക്ക് മേടിച്ചു തന്നൂടെ? എനിക്കൊരു ഫ്രൂട്ട്സ് വാങ്ങിച്ചു തന്നിട്ടില്ല. നിനക്ക് ഞാൻ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങി തന്നിട്ടില്ലേ? അയ്യോ, ശരിയാ, എനിക്ക് ഫ്രൂട്ട്സ് വാങ്ങി തന്നിട്ടുണ്ട്. ശരിയാ, ഒരു താമര എടുത്തിട്ട് അതിന്റെ എതള് മൊത്തം മാറ്റി അതിനകത്ത് ചോറും വെള്ളും നിറച്ച് എന്നിട്ട് അതുപോലെ തന്നെ പൊതിഞ്ഞ് മോളെ ഡ്രാഗൺ ഫ്രൂട്ട് എന്നും പറഞ്ഞു കൊണ്ടുവന്ന മനുഷ്യനായി. 300 രൂപ ലാഭിച്ചില്ലേ? 300 രൂപ പോട്ടെ, എനിക്ക് ഫ്രൂട്ട്സ് ഒന്നും വേണ്ട. അതേ, കുറച്ച് ലേഹ്യം. ലോഹ്യം കൂടിയോണ്ടാണ് ഇത്രയും സംഭവം ഉണ്ടായത്. അയ്യോ, ലോഹ്യമല്ല, ലേഹ്യം. എടി, നീ ഒരൊറ്റ ഒരുത്തി കാരണമാണ് ഈ വയലിൽ വെച്ചിട്ട് ഈ ഫാഷൻ ഫ്രൂട്ട്. ഫാഷൻ ഫ്രൂട്ട് അല്ല, ഫോട്ടോഷൂട്ട്. നീ ഈ കൊടയും കൊണ്ടുവച്ച് ഈ കസേരയിട്ട് നീ വെറൈറ്റി ഫോട്ടോഗ്രാഫർ എവിടെയാടി അവൻ? നല്ല കാര്യമുണ്ട്. വരും ചേട്ടാ, ഇൻസ്റ്റാഗ്രാമിലെ 1 മില്യൺ വ്യൂവേഴ്സ് അയാൾക്കുള്ളത് അറിയാവോ? ശ്രീകുട്ടൻ. പുള്ളി വന്നു കഴിഞ്ഞാ ഞാനും എന്റെ വയറും വയറിലാവും. സത്യം. വന്ന് കിട്ടിയാ മതി. അതെ.
വരുന്നുണ്ടേ, ആള് വരുന്നുണ്ടേ, ചുള്ളനാ. ദേ വരുന്നു, ദേ വരുന്നു. ഹലോ ഹലോ, വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? ഒരു ഗർഭിണിയായ പെണ്ണിനെ ഈ വയലിൽ വെയിലത്ത് കൊണ്ട് നിർത്തിയിട്ട് ഈ കൊടയൊക്കെ കൊണ്ടുവച്ചിട്ട് എവിടെ പോയി കിടക്കായിരുന്നു? സുഹൃത്തെ, ഞാൻ ആപ്പോ ഫോട്ടോഗ്രാഫർ അല്ല. പച്ചയായ മനുഷ്യന്റെ പച്ചയായ ജീവിതം പച്ചയ്ക്ക് പറത്തുന്ന ആളാണ് ഞാൻ. കിട്ടി, പച്ചയ്ക്ക് തന്നെ കിട്ടി. നല്ല രീതി കിട്ടിയാ? അത് സ്ഥിരമുള്ളല്ലേ, അത് വിട്, അത് വിഷയം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇവൻ വെറൈറ്റി ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് എവിടെന്നോ ഏവന്റെ ചവക്കനെ മാറ്റോണ്ടോ നിൽക്കുകയാണ്. അല്ല ചേട്ടാ, ഇങ്ങനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. വർഷത്തിൽ ഒറ്റ ഫോട്ടോ എടുക്കുള്ളൂ. വർഷത്തിലൊരു ഫോട്ടോ? ആ ഭാഗ്യം നമുക്കാ കിട്ടിയത്. വർഷത്തിലൊരു ഫോട്ടോ എടുക്കും, ഒറ്റ ഫോട്ടോ എടുക്കുള്ളൂ. അപ്പൊ പിറ്റേ വർഷം എന്ത് ചെയ്യും? പിറ്റേ വർഷമല്ലല്ലോ, ആ ഒരു വർഷം ഫോട്ടോ എടുത്താൽ പിന്നെ കൂടുതൽ ആശുപത്രിയിലായിരിക്കും. പാറപ്പുറത്തൊക്കെ കയറിയില്ലേ ഫോട്ടോ എടുക്കണം, അഡ്വഞ്ചർ ചാടിയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ പിന്നെ ചിലപ്പോൾ കോമയിലൂരായിട്ടുണ്ട് ഞാൻ. പിന്നെ പള്ളിയുണ്ട് ഇവിടെ. പള്ളി എന്തിന്? തൂങ്ങിപ്പോകുമ്പോൾ ഒരു ക്ലിക്ക്. വള്ളി ആകുമെന്നാണ് തോന്നുന്നത്. ഹലോ, എന്നെ അങ്ങോട്ട് മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ശരിക്കും ഞാൻ ഈ ഫോട്ടോഗ്രാഫിയിലോട്ട് വന്നിട്ട് കുറച്ച് വർഷമായി. കൂടുതലും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആയിരുന്നു. അത് ഈ വയലിൽ കൊണ്ടിട്ട് മനസ്സിലായില്ല. അല്ലല്ല, കാട്ടിനകത്ത് പോയി ഫോട്ടോ എടുക്കുക. കാട്ടിനകത്ത്? പിന്നെ കാട്ടിനകത്ത് പോവും, ആരും കാണാത്ത ഫോട്ടോസ് ഞാൻ എടുക്കും. ആരും കാണാത്ത ഫോട്ടോ എടുത്ത കേസാവൂലേ? അതല്ലെന്ന്, കാട്ടിനകത്തൂടെ പോകുമ്പോൾ ആരും കാണാത്ത ഫോട്ടോ എടുക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അപ്പോഴേ ഡിലീറ്റ് ചെയ്യും. ഫോട്ടോ എടുക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും. നല്ല കാര്യം. അങ്ങനെ ഞാൻ ഒരു ദിവസം കാട്ടിനകത്തുനിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്ത് നോക്കിയപ്പോ ഒരു കടുവ എന്നെ നോക്കി ദേഷ്യത്തിരിക്കുന്നു. കടുവയാ? പേടിക്കൂലേ? പേടിച്ചാ? ഞങ്ങൾ ഞാനും പേടിച്ചു. അവിടുന്ന് എങ്ങനെയെങ്കിലും പോവാന്ന് വെച്ച് ഇങ്ങനെ അങ്ങ് നടക്കാൻ ആ കടുവ നേരെ എന്റെ അടുത്ത് വന്നു. എന്റെ ക്യാമറ വാങ്ങിച്ച് ഇങ്ങനെ സൂം ചെയ്ത് നോക്കിട്ട് ഒറ്റ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അയ്യോ. എന്നിട്ട് കടുവ അവിടെ ചെന്നിരുന്നിട്ട് എന്നെ നോക്കി പറയില്ലേ, നേരത്തെ എടുത്ത കൊള്ളൂല, ഈ പോസ്റ്റിൽ എടുക്കാതെ ഇങ്ങനെ ഇരിക്കുന്നു. നേരത്തെ നീ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചില്ല ഇത്രയും വെറൈറ്റി ഉണ്ടായിരിക്കും. എന്താ പേര്? ഋതുപർണദാസ്. എങ്ങനെ? ഋതുപർണദാസ്. അത് ഞാൻ പറഞ്ഞ വേറെ വല്ലതും ആയി പോകും. അതുകൊണ്ടല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ശ്രീകുട്ടൻ എന്ന് പേരിട്ടു. കണ്ട കടുവ വന്നപ്പോ കോരി തിരിച്ചു കണ്ട ഒറ്റ ആടിയിൽ ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. വയലാണ്, തവളെ കണ്ടാ പോലും മിണ്ടല്ലേ. അതെന്താ? അതിനെ വെച്ച് ഇവൻ കഥ ഉണ്ടാക്കി കളയും. ഫോട്ടോ എടുക്കാം. അപ്പോഴേ നമുക്ക് സൈഡ് വ്യൂ ആദ്യം എടുക്കാം. ഓക്കെ, സൈഡ് വ്യൂ ആണ് ആദ്യം എടുക്കാൻ. ആ വയറൊന്നകത്തോട്ട് പിടിക്കോ? നിനക്ക് ഭ്രാന്താടാ. ഇത് ഏറല്ല, ഇതിനകത്ത് കൊച്ചാണ് കിടക്കണം. ഇതിനെ അകത്തോട്ട് കയറ്റി പിടിക്കാൻ പറ്റത്തില്ല. അതെനിക്കും അറിയാം. നിന്റെ വയറൊന്നകത്തോട്ട് പിടി. എന്റെ വയറ്? അവരെ വയറ് കിട്ടണ്ടേ? വയറ് പിടിക്കാൻ പറ്റുമ്പോ ബാക്ക് എടാ ഒരു ലെവലിൽ നിന്നില്ലടാ അങ്ങോട്ട്. സൂപ്പർ ഫോട്ടോ. ഇനി ആ വയറും താങ്ങിപ്പിടി. എടാ നിന്റെ വയറല്ലടാ, പെങ്കൊച്ചിന്റെ വയറും താങ്ങിപ്പിടിയടാ. കയ്യിലത്ത് കുരുവാണ്, കയറ് താങ്ങിപ്പിടിയാണ് അങ്ങോട്ട്. ചേട്ടൻ പിടിക്കാൻ സ്നേഹത്തോടെ, ഭർത്താവല്ലടാ, സ്നേഹത്തോടെ പിടിയടാ. ഇന്നലെ ഞാൻ കാണിച്ചെന്നില്ല ഇൻസ്റ്റാഗ്രാമില്, അതുപോലെ ഇവ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. എന്തോ AVM സ്റ്റുഡിയോ എംബ്ലോ? AVM സ്റ്റുഡിയോ എംബ്ലോ പിന്നെ സ്നേഹത്തോടെ അവിടെ ഇരിക്കേ. ഞാൻ രാഹുലിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചെന്നില്ല ഇൻസ്റ്റാഗ്രാമില്. രാഹുലും കാർത്തിക്കും കൂടെ ഇങ്ങനെ. ഓക്കെ, കൊച്ചിനെ കിട്ടും. കൊച്ചിനെ കിട്ടാൻ സ്കാനിങ് മെഷീൻ അല്ല, എന്റെ ക്യാമറയാണ്. നിന്നൊക്കെ കിട്ടുന്ന മഹാഭാഗ്യം. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് ഒരു ഇതുമില്ല. ഞാൻ ഇന്നലെ എത്ര പ്രാവശ്യം കാണിച്ചു തന്നാ ചേട്ടാ, ഇങ്ങനെ വെക്കാനായിട്ട് ഞാൻ കാണിച്ചു തന്നല്ലേ ചേട്ടാ. എനിക്കും ടെൻഷനായ തെറ്റി. ഒരു കാര്യം പറയാം, ഇത് 1 മണിക്കൂർ കൊണ്ട് തീരേണ്ട പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്ലാനിങ് ഇല്ല. ഫോട്ടോഗ്രാഫറായി എന്റെ ഐഡിയ മാത്രം പോരാ, കുറച്ച് നിങ്ങളെ കൂടെ ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യും. അയ്യോ, പ്ലാനിങ് ഉണ്ടായിരുന്നു. എന്ത് പ്ലാനിങ്? സത്യം പറഞ്ഞ 3 കൊല്ലം കഴിഞ്ഞിട്ട് മതി കുഞ്ഞുങ്ങളെ എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാന്. അതെ, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം ആയതേ ഉള്ളൂ. എത്ര മാസം? 9. എന്താണ് കണക്കങ്ങോട്ട് ക്ലിയർ ആയി? കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം. 2 മാസം. അത് 9 മാസം. 9 മാസം ഗർഭം. അതെന്ത് പ്ലാനിങ്? ആ പ്ലാനിങ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞങ്ങൾ പണ്ടേ ഭയങ്കര പ്രേമത്തിലായിരുന്നു കല്യാണത്തിന് മുമ്പ്. അപ്പോഴേ നമുക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു 3 വർഷം കഴിഞ്ഞ് മതി കുഞ്ഞുങ്ങൾ എന്നുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് പ്ലാൻ ചെയ്ത് മാസം പ്ലാൻ ചെയ്ത് അതങ്ങ് ചർച്ചയായി. ഈ ചർച്ച ചെയ്ത് അവസാനം ഇങ്ങനെയായി. അപ്പൊ ചേട്ടൻ വേറൊരു പ്ലാനിങ് വേറെ കെട്ടിയോലോ? ഞാൻ വിടുവോ? എന്റെ പ്ലാനിങ് തന്നെ പിടിച്ച പിടിയാലെ ഞാൻ അങ്ങ് കെട്ടി. അതെ, നല്ല ഒരു പ്ലാനിങ് ഉണ്ട്. എന്താ? എന്റെ കുഞ്ഞിനെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് വളർത്തും. വെരി ഗുഡ്, അങ്ങനെ ആയിരിക്കണം. ഞാനാണ് റോൾ മോഡൽ. സൂപ്പർ ഹീറോ. ഇങ്ങനെ കുളിക്കാൻ പോകുമ്പോഴേ ബാത്റൂമിലേക്ക് എന്നെയും വിളിക്കും. അതിനല്ല, പല്ലിയും പാറ്റിയും പഴുതാരിയും ഒക്കെ ഉണ്ടോ നോക്കാൻ. അങ്ങനെ 3 പ്രാവശ്യം നോക്കി ഇല്ലാന്ന് ഉറപ്പ് വരുന്നതിന് ശേഷമാണ് ഈ സൂപ്പർ ഹീറോ കുളിക്കാൻ പോകുന്നത്. അതും ബാത്റൂമിന്റെ വാതിൽ തുറന്നിട്ട്. ഈ സമയത്ത് ഭാര്യക്ക് സ്നേഹമാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്റർടൈൻമെന്റ്സ് ഇല്ലെന്നാ തോന്നുന്നു. ചേട്ടന് ജോലി ഇല്ലാത്തപ്പോ ഞങ്ങൾ പാമ്പും കോണിയും കളിക്കും. പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാ, എന്നും ആ 99 എത്തുമ്പോ എന്നെ ആ പാമ്പ് വിഴുങ്ങി താഴെ കൊണ്ടു. അതെങ്ങനെയാ? ഈശ്വര വിചാരം വല്ലതും ഉണ്ടോ? 100
പാലും പാലും കൊടുക്കണ്ടേ അമ്പലത്തില്? എന്നാലല്ലേ സർപ്പകോപം മാറുള്ളൂ. ഏണി പാമ്പിൽ സർപ്പശാപം. പിന്നെ അതെങ്ങനെ? ഞാൻ പറയാതെ തന്നെ ഏകദേശം ഒരു രൂപം കിട്ടിക്കാണുമല്ലോ. മനസ്സിലായില്ല. നമുക്ക് ഫോട്ടോ എടുക്കാം. സമയം കളയണ്ട. ആ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ചേ. പബ്ലിക്കകത്ത് പെണ്ണെ കയറി പിടിച്ച കേസാവൂലേ? എടാ അത് വേറെ വല്ലവളാ, ഇത് സ്വന്തം ഭാര്യയാണ്. ചേർത്ത് പിടി അങ്ങോട്ട്. ഇതും കൂടെ പിടിച്ചാലോ? അതുകൂടെ പിടിച്ചോ. എന്തോ കാണിക്കണം? നീ ഒന്ന് കാണിച്ചാടേ. എന്താ പിടി പറയണ്ട. അത് ഇത് വേണോ? അതൊന്നും വേണ്ട. കൈ ഇങ്ങനെ ആ കൈ ഇവിടെ ഇങ്ങനെ ഈ കൈ എടുത്തോളെ. എന്താടാ എടാ കൊച്ചുണ്ടാവണ സന്തോഷം പറഞ്ഞോ. എനിക്ക് കൊച്ചുണ്ടായി. ഇരുന്ന് കിട്ടിയ കൊച്ച ആ സന്തോഷം പറഞ്ഞോ. ഫോട്ടോ എടുക്കാൻ എനിക്ക് കൊച്ചുണ്ടായി. ചിരി നല്ല ശരി. ഒന്നൂടെ ആ കസേര വെറൈറ്റി ഫോട്ടോ ഞാൻ ഇപ്പൊ എടുത്ത് കാണിച്ചു. ഓക്കെ തിരിഞ്ഞില്ലേ നീ തിരിഞ്ഞു നീ ബാക്കിൽ താങ്ങടാ. ഇങ്ങനെ താങ്ങാൻ കൊള്ളാം നല്ല സ്റ്റിൽ. അങ്ങനെ വന്ന് നില്ലേ ഇറങ്ങും. അങ്ങനെ വന്ന് ഫോട്ടോ എടുക്കും. അല്ല വേണ്ട, അതിൽ നല്ലൊരു 2 എടുക്കാം. നാളെ ഞാൻ എടുത്തിട്ടുണ്ട്. ചുമ്മാ റിസ്ക് ഉള്ള കേസാണ്. ഇവക്ക് വേറെ ജോലി ഇല്ലാത്ത അത് മതി. അത് മതി. നല്ല 2 കഴിയെടുക്കാം. ഫോട്ടോ എല്ലാം കൂടി സെറ്റ് ചെയ്തെന്ന് തരാമോ? തരാലോ. പിന്നെ ഇത് അത് കൊച്ചു ചെറുക്കനാണ്. അവൻ കൊച്ചു പയ്യനാണ്. അവൻ അറിഞ്ഞൂടാ വലിയ കാര്യം. നീ മാസം തകഞ്ഞിരിക്കണം. ശരീരം അനങ്ങല്ല. അവൻ പലതും എടുക്കാൻ പറയും, എടുക്കരുത്. ഞാൻ എടുക്കും ചേട്ടാ, ഒന്നും ഉണ്ടല്ലേ. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വൈറലായാ മതി. അതിനൊറ്റ ഫോട്ടോയും കൂടെ ഉണ്ട്. ഞാൻ പറ്റുമോ ചോദിച്ചു നോക്കട്ടെ. ശ്രീകുട്ട, എനിക്ക് കമന്ന് കടന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു തരുമോ? ഈ കോലത്തില്ല. എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾക്ക് 9-ാം മാസമാണ്. കമന്ന് നടന്നൊക്കെ ഫോട്ടോ എടുക്കുന്ന റിസ്ക് ആണ്. അതൊരു റിസ്കും ഇല്ല. അത് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. എനിക്ക് വൈറലാവണം. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. ചിലപ്പോ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കും, ഒരു ഭ്രാന്തയെ പോലെ. ആളെ അങ്ങോട്ട് മനസ്സിലായില്ല. അടുത്തത് തനി രാവണിയാ ഇവക്ക് 10 തലയാ. തനി രാവണി. മാണം പള്ളി ലക്ഷ്യമുണ്ട്, പ്രേതം ഉണ്ടെന്നൊക്കെ പറയുന്ന വെറുതെയാ. ഇതെന്തുവാ? നിങ്ങൾക്ക് കളിക്കാൻ പിന്നെ എനിക്ക് സുരേഷ് ഗോപിയെങ്കിലും കളിച്ചൂടെ? ഞാൻ സുരേഷ് ഗോപി മോഹൻലാലൊന്നും കളിച്ചതല്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വൈറലായാ മതി. ഇപ്പോഴത്തെ ഫോട്ടോസ് ഇല്ലേ, അതൊക്കെ ഒന്ന് എനിക്ക് കൊളാബ് ചെയ്യാമോ? കൊളാബ് ചെയ്തിട്ട് ഫോട്ടോന്റെ മുകളിൽ കമ്മിങ് സൂൺ ബേബി ബോയ് അതൊന്ന് എഴുതണം. കമ്മിങ് സൂൺ ബേബി ബോയ്, അതായത് ആൺകുട്ടി വരുന്നു. മോൻ മതി. ചുമ്മാ ആവശ്യമുള്ള വിഷയം ഉണ്ടാക്കല്ലേ. ഞാൻ ആദ്യം പറഞ്ഞു മോള് മതി. മോനാണെങ്കിലും മോളാണെങ്കിലും ആരോഗ്യമുള്ളൊരു കുഞ്ഞ് വേണം. അങ്ങനെ പ്രാർത്ഥിക്കും. ചുമ്മാ മോള് മതി, മോൻ മതി. എന്തുവാണ് എനിക്ക് മോൻ മതി. ഞാൻ സങ്കല്പിച്ച് വെച്ച് കഴിഞ്ഞു മോൻ മതി എന്ന്. ഞാൻ ചോദിച്ചോട്ടെ, പെൺകുഞ്ഞുങ്ങൾക്ക് എന്താ കുഴപ്പം? എത്ര പെൺകുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ എത്ര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ അങ്ങനെ പറയരുത്. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ആദ്യത്തെ കൊച്ചൊരാണായിരുന്നെങ്കിൽ എന്നാ ഞാൻ ഉദാഹരണത്തിന് എന്റെ കയ്യിലിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞാ. നോക്ക് നിങ്ങളുടെ കുഞ്ഞാ എന്റെ കയ്യിലിരിക്കുന്ന. ഇതിനെ വാങ്ങിച്ച പെൺകുഞ്ഞിനെ കയ്യിലോട്ട് വാങ്ങിക്ക് കയ്യിലോട്ട് വാങ്ങിക്ക്. ആ പെൺകുഞ്ഞിനെ മൂത്തോട്ട് നോക്ക്. എന്ത് രസമുള്ള ചിരി നോക്ക്. വേണ്ട, ഈ പെൺകുഞ്ഞിനെ നിങ്ങള് കളിപ്പിച്ച് പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ആ കൊച്ച് ഒരു ജോലിയൊക്കെ മേടിച്ച് ആദ്യത്തെ ശമ്പളം അച്ഛൻ്റെയും അമ്മേനെയും കൊണ്ട് തരും. അത് കഴിഞ്ഞിട്ട് നല്ലൊരു പയ്യനെ കണ്ടെത്തി അച്ഛനും അമ്മയും കൂടെ അവളെ കല്യാണം കഴിപ്പിച്ച് അങ്ങ് വിടും. ഈ കല്യാണം കഴിപ്പിച്ച് വിടുന്ന സമയത്ത് അവൾ വന്ന് അനുഗ്രഹം മേടിച്ചിട്ട് പോകുമ്പോൾ മനസ്സിനകത്തൊരു വിങ്ങലുണ്ടാവും. അച്ഛനും അമ്മയ്ക്ക് അതിനും വലുത് എന്ത് കിട്ടാണ്ട് ഇവിടെ പറ. ഒന്ന് തിരിഞ്ഞു നോക്കിട്ട് പോടി എന്ന് മെസ്സേജ് ചെയ്യണേടി. വൈകുന്നേരം വിളിക്കണേ മക്കളെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണേടി. നിനക്ക് തന്നെ ഈ വർക്ക് കിട്ടിയല്ലേ എന്റെ മോളെ വർക്ക്. കൊച്ചു കല്യാണം കഴിഞ്ഞ് പോവുക. 22 വർഷം വളർത്തി വലുതാക്കിയ തിരിഞ്ഞു നോക്കാൻ പോണോക്കടാ അവള്. ആരെ കൊച്ചെന്ന്? ഞങ്ങളെ കൊച്ച്. അതിന് പെറ്റില്ലല്ലേ? ഇത് റിലീസ് ആയില്ല ഇതുവരെ. അയ്യോ ശരിയാണല്ലോ, പെറ്റില്ല. ആവശ്യമില്ലാതെ കുഞ്ഞെന്ന് പറഞ്ഞപ്പോഴേ അങ്ങ് ഇമോഷൻ ആയി. അതാ പറഞ്ഞ അന്തസ്സായിട്ട് നല്ലൊരു കുഞ്ഞിനെ കിട്ടുക. അത്രേ ഉള്ളൂ. അത് മതി. ആണായാലും പെണ്ണായാലും ഒരു കുഞ്ഞിനെ കിട്ടിയാ ഫോട്ടോ എടുക്കാം. അഭിനയം നിർത്തിയിട്ട് നിങ്ങൾ ഫോട്ടോക്ക് പോസ് ചെയ്യും. അഭിനയല്ല, എനിക്ക് വേദനിക്കുന്നുണ്ട്. അത് പറഞ്ഞാൽ പറ്റത്തില്ല. മാല വിറ്റിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. മാല വിറ്റിട്ടാ? എടാ, സ്വന്തം ഭാര്യയുടെ പ്രസവത്തിൽ സ്വന്തം ഭാര്യയുടെ മാലയാണ് വിൽക്കുന്നത്. ആണുങ്ങൾ ചെയ്യൂടാ. അന്തസ്സുള്ള ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇതൊക്കെ. ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് മാല വെച്ചത്.
ചെറിയ അന്തസ്ത് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ചേട്ടാ ചേട്ടാ എന്നൊന്ന് ആശുപത്രി കൊണ്ടുപോ ചേട്ടാ. എടി നീ എന്തായാലും ഇത്രയും പൈസയിലാക്കിയില്ലേ ഈ 2 ഫോട്ടോ എടുത്തിട്ട് അല്ല ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. പ്രസവിച്ച് കഴിഞ്ഞാ പിന്നെ ഈ വയറിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, എടുത്തിട്ട് പോകാൻ. അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ ഫോട്ടോവും വൈറലൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു പെണ്ണിന് ഏറ്റവും പ്രധാനം പ്രസവിച്ച് കുഞ്ഞിനെ കയ്യിൽ കിട്ടുക എന്നുള്ളതാ. എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോ ശ്രീകുട്ട. ചേട്ടാ എന്നെ ആശുപത്രി കൊണ്ടുപോ. എവിടെങ്കിലും നിനക്ക് ഏകദേശം ഒക്കെ കിട്ടിക്കാണോന്ന് തോന്നുന്നു. മനസ്സിലായി. എന്നാ പിന്നെ എടാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. നീ ചരടേട്ടൻ എത്തണേ. ഞാൻ അങ്ങോട്ട് വരണോ? ഇല്ല, കൊച്ചിനെ കൊണ്ട് ഞങ്ങൾ നിന്റെ വീട്ടിൽ. അതെ ശ്രീകുട്ട, പിന്നെ ഞാൻ പ്രസവിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എന്റെ വയറൊന്ന് നീ വയറിലാക്കണേടാ. ആദ്യം ഹോസ്പിറ്റലിൽ പോ. ആ വാടി നീ. നല്ലൊരു സ്കിറ്റായിരുന്നു, ഒരു ഉഷാർ കൈയടി. എന്റെ സൗണ്ടിനകത്തോട് നിങ്ങളുടെ കൈയടി കൂടണം. ഓക്കെ നസീർക്ക, നല്ല സ്കിറ്റായിരുന്നു കേട്ടോ, നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു. താങ്ക് യു. ഇപ്പം എന്ത് കാണിച്ചാലും വൈറലായാൽ മതിയല്ലേ? അതിന് ഇന്ന കാരണം വേണമെന്നൊന്നുമില്ല. എങ്ങനെയും ഒക്കെ അന്തരീക്ഷത്തിൽ എത്തുക, അതാണ്. ഇതിന്റെ ഇടയ്ക്കൊരു സംശയം, എന്റെ സംശയം ചോദിക്കുന്നതാണ്. ഏതൊക്കെയോ പോയിന്റുകൾ, ചെറിയ ചെറിയ കണക്ഷൻസുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുകളുണ്ട് നിങ്ങളുടെ മുഖത്ത്. നമുക്കത് ഇവിടെ ഇരുന്ന് അറിയാനും പറ്റുന്നുണ്ടായിരുന്നു. എവിടെയൊക്കെയോ സാധനങ്ങൾ മാറിയിട്ടല്ല, പക്ഷെ ഏരിയകൾ മാറിപ്പോയിട്ടുണ്ട്, ഇല്ലേ? ആ, പക്ഷെ എങ്കിൽ പോലും നല്ല രസം. ഇപ്പോഴത്തെ ജനറേഷന് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സ്കിറ്റാണത്. വളരെ മനോഹരമായിട്ട് നിങ്ങൾ 3 പേരും അത് ചെയ്യുകയും ചെയ്തു. പക്ഷെ നിങ്ങളുടെ ഒരു പവർ കളി ഇതിൽ അപ്പുറമാണ് ഒരു പവർ കിടക്കുന്ന ഒരു പക്ഷേങ്കിൽ ഗർഭിണി ആയതുകൊണ്ടും 9 മാസം ആയതുകൊണ്ടും ശരീരം ഒരുപാട് അനങ്ങാൻ പാടില്ല സിറ്റുവേഷൻ ആയതുകൊണ്ടും ചിലപ്പോൾ അങ്ങനെ കളിച്ചതായിട്ട് ഞങ്ങൾ വക വെക്കുന്നു. അതല്ലേ വിഷയം. നല്ലൊരു ഭർത്താവ്, നല്ല ഫോട്ടോഗ്രാഫർ, നല്ല വൈഫ് കേട്ടോ. അതാണ് മറ്റേ സ്റ്റൂളിന്റെ മുകളിൽ കയറി തലകുത്തുന്നത്. എന്തായാലും കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു നസീർക്ക. അമ്മ, ഞാൻ സാധാരണ മായയെ ഞാൻ കാണാറുണ്ട്. എനിക്ക് മായയെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ആ സ്റ്റൈലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈടായിട്ട് ഒരുപാട് ഈ വയറിൻ്റെ ഫോട്ടോഗ്രാഫ്സ്, ഈ വൈറൽ, ഞാനിപ്പോൾ ഈ ട്രെൻഡിങ്, വൈറൽ ഇതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. കാരണം ഇതൊന്നും ഞാൻ പണ്ടൊന്നും അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പഠിച്ചു വരുന്നതിൻ്റെ കാണാനുണ്ട്. സാരി റൈറ്റ് ഹാൻഡിൽ നോക്ക്. ഇനി അടുത്ത പ്രാവശ്യം ടാറ്റു അടിക്കാൻ പോകുന്നത് ഗോൾഡ് ഒക്കെ വെച്ചിട്ട്, പിന്നെ ഇവിടെ ക്ലിപ്പൊക്കെ ഇട്ടിട്ട് സ്കേറ്റ് വളരെ നന്നായിരുന്നു. അതിന് നിങ്ങളുടെ പ്രഗ്നൻസിയുടെ ഒരു കണക്ക് പറയുന്നില്ലേ? കല്യാണമായിട്ട് 3 മാസമായി 9 മാസമായത്. ഞാൻ പഠിക്കാതെ വന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ കണ്ടിട്ടില്ലേ? അതിൽ ഞാൻ ചാരായം നിറച്ചിട്ട് പ്രഗ്നന്റ് ആയിട്ട് വന്നിട്ട് കാറിൽ കയറുമ്പോൾ ആ കാർ വന്നിട്ട് എന്തെങ്കിലും ചീത്ത കാര്യങ്ങളും കൊണ്ട് കാറിൽ കയറി അത് സ്റ്റാർട്ടാവില്ല. അപ്പോൾ രജനീകാന്ത് പറയില്ലേ, ലക്ഷ്മി സ്റ്റാർട്ടാവുമെന്ന് പറയുമ്പോൾ ഞാൻ കയറിയിരിക്കുമ്പോൾ സ്റ്റാർട്ടാവില്ല. അപ്പോൾ ചോദിക്കും, അപ്പുറം എവിടെ പുള്ളത്താച്ചിയാ, ഗർഭിണിയാ? അതേന്ന് പറയും. കല്യാണമായി എവ്വളോ നാളാച്ചേ? ചോദിക്കും 6 മാസം. ഇപ്പം എവ്വളോ ആച്ചേ? അപ്പുറം 9 മാസം. അപ്പോൾ കണക്കിടിക്കുന്നേ എന്ന് പറയും. എനിക്ക് പെട്ടെന്ന് നിങ്ങൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ആ ഷൂട്ടിങ് ഓർമ്മ വന്നു. എനിക്കിത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഫോട്ടോഷൂട്ടും ഇതൊക്കെ കൂടെ ഇപ്പോൾ കാണുമ്പോൾ കൊള്ളാം. കാരണം ഇപ്പോൾ ഈയിടെയായിട്ട് റൊമാൻസിനെക്കാളും കൂടുതൽ പ്രഗ്നൻസി ഫോട്ടോയും മറ്റേ ഇങ്ങനെ ഹാൻഡ് ഇങ്ങനെ വെച്ചിട്ടുള്ള ഫോട്ടോ ഇതൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. അതിനെ കൊണ്ടുവന്നിട്ട് നല്ല ഭംഗിയായിട്ട് നിങ്ങൾ 3 പേരും രസമായിട്ട് ചെയ്യില്ല. അത് അവർ വർത്താനം പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആക്കില്ല. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അല്ല, ഒരു ഒറ്റ സംശയം കൂടെ ചോദിച്ചോട്ടെ. ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഒരുപാട് മില്യൺസ് വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഗർഭിണി എന്ന് പറഞ്ഞ ആ സ്ത്രീ അവർക്ക് സുഖപ്രസവമായിരിക്കുമോ? ശരിയാണല്ലോ. എന്താണ് അതിന്റെ ഒരു ഐഡിയ എന്താണ്? അങ്ങനെ ഈ ഫോട്ടോഷൂട്ടും പ്രസവം തമ്മിൽ ഒരു ബന്ധമില്ല ശരിക്കും. ഇല്ല. അല്ല, ഭർത്താവിന് പണിക്കോ വരുത്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. അത് കഴിഞ്ഞതിന് ശേഷം നന്നായിരുന്നു കേട്ടോ. നിങ്ങൾ 3 പേരും നല്ല രസമായിരുന്നു. മായ സൂപ്പർ. താങ്ക് യു ചേട്ടാ. നന്നായിരുന്നു കേട്ടാ, നല്ല കണ്ടന്റ് ആയിരുന്നു. നമ്മൾ സേവ് ദ ഡേറ്റ് ആണ് ഇതിക്ക് മുന്നേ വന്ന സംഭവം. അതെനിക്ക് തോന്നുന്നു ഒരുപാട് സ്കിറ്റുകളിലൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? എന്തോന്നാണ് സേവ് ദ ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കല്യാണത്തിന് മുമ്പുള്ള എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഷൂട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ ഇപ്പോഴത്തെ ട്രെൻഡ് ഇപ്പൊ കുറഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സാധനം ഇതിനെ ബേബി ഷവർ എന്നൊക്കെ പറയൂലേ? മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട്. അപ്പൊ ബേബി ഷവർ എന്ന് എന്തോ പറയുന്നു. മറ്റേടത്തെ ഫോട്ടോഷൂട്ടോ?
മറ്റേടത്തല്ല മെറ്റേണിറ്റി. ഓ അങ്ങനെ ഇപ്പോഴാണ് നസീർക്ക് ഒരു കൂട്ടായത്. അത് കേട്ടോ. ഒറ്റപ്പെട്ടിരിക്കുവായിരുന്നു അവിടെ വർഷങ്ങളായിട്ട്. അല്ല അങ്ങനെയല്ല, ഞങ്ങൾ ഡ്രം ചെയ്ത് മറ്റേടത്തെ ഞങ്ങളത് പറഞ്ഞു, പക്ഷെ അത് പറയുമ്പോ ഇനി അത് വൃത്തികേടാവുമെന്ന് ഞങ്ങളത് വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പൊ ആരും കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ആരും കേട്ടില്ല. അല്ല ഇതിനെ ബേബി ഷവർ ഒന്നും പറയില്ല, അങ്ങനെ അങ്ങനെ പറയും, അങ്ങനെ പറയും. കാരണം വേറെ ഒന്നുമല്ല, കാരണം എൻ്റെ ഇളയ മോള് ഭയങ്കര ചെറുതാണല്ലോ, മൂത്ത മോള് വലുതാണ്, നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സാധാരണ അച്ഛനും അല്ലെങ്കിൽ വീട്ടുകാർക്കും അമ്മയ്ക്കും പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ താല്പര്യം. ഈ പെണ്ണുങ്ങൾക്കല്ല, ഈ വളർന്നു വന്ന കുഞ്ഞി എൻ്റെ ബേബി ഷവർ എടുത്തില്ലെന്ന് ചോദിക്കും. എൻ്റെ മോള് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പം നമുക്ക് മനസ്സിലായല്ലേ എൻ്റെ ബേബി ഷവറോടെ കാണിച്ചാ എന്നിട്ട് എൻ്റെ മൂത്ത മോള് AI വെച്ചിട്ടാക്കി കാണിച്ചു. സത്യമായിട്ടോട്ടാ. അല്ല ഇപ്പൊ പിള്ളേരും ചോദിച്ചു തുടങ്ങി ഈ സംഭവങ്ങളൊക്കെ. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പൈസ ഉണ്ടായതിന്റെ വലിയ ചെയ്യണം. ഇത് ഒരു നോട്ടം 2 നോട്ടം അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ നേരത്തെ ആൽബം വാങ്ങിക്കൂലേ, ആ അന്നത്തെ 2 ദിവസം നോട്ടേ ഉള്ളൂ, പിന്നെ അവിടെ കിടന്ന് ചതിലെടുക്കും. അപ്പൊ എന്തായാലും ഒരു മനസ്സിനൊരു കുളിർമ കിട്ടുന്ന സംഭവം തന്നെയാണ് ഇത്. നിങ്ങൾ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടാ 3 പേരും ഗംഭീരമായിരുന്നു. അതിന്റെ കൗണ്ടറിനെ കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നു അംബിക ചേച്ചി വളരെ മനോഹരമായിട്ട് പറഞ്ഞ്. രജനീകാന്ത് സാറിന്റെ പടത്തിന് ഒന്ന് ആലോചിച്ച് നോക്കിയൊന്ന്, രജനീകാന്തിന്റെ സൂപ്പർ ഹിറ്റ് പടത്തിലെ നായിക, ആ പടത്തിൽ ഉണ്ടായ ഒരു സീനാണ് പറഞ്ഞത്. അപ്പൊ എന്ത് വന്നാലും എനിക്ക് തോന്നുന്നു അംബിക ചേച്ചി കണക്ട് ചെയ്യാത്ത പടങ്ങളും സ്കിറ്റുകളും പാട്ടുകളൊക്കെ ഇല്ല ഇവിടെ. എങ്ങനെ വന്നാലും ഒരു കണക്ഷൻ വരുമായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ കൂട്ട് തന്നെ എന്തായാലും ഈ പ്രസവം കഴിയുമ്പോഴേക്കും വൈറലാവും, അല്ലെങ്കിൽ ശ്രീജു വൈറലാക്കി തരും. നല്ല രസമുണ്ടായിരുന്നു, നല്ല കൗണ്ടർ ഉണ്ടായിരുന്നു, നന്നായിട്ട് നിങ്ങൾ ചെയ്തു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. എത്ര കൊടുക്കാം? ആരാണ് ആദ്യം കൊടുക്കുന്നത്? ഞാനൊരു 16,000 രൂപ കൊടുക്കാം. 16,000 രൂപ. ചേച്ചിയാണ്. അമ്പിയമ്മ എത്ര? ഒരു 15. 31,000 രൂപ. ഈ ഗർഭിണിയെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യിപ്പിക്കണ ഇഷ്ടമല്ല. ഞാൻ അയ്യോ എന്നൊക്കെ പറയണ്ടായിരുന്നു. അത് 1000 കുറച്ച്. അതെ, ബാക്കി ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് വിട്ടൊക്കെ ദേ പിടിച്ചോ. ടോട്ടൽ 65,000 വൈറലായിട്ടുണ്ട്. അപ്പം കൊളാബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, Thank you. ശരി ചേച്ചി. ശരി ചേട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ നമ്മുടെ ടീം ട്രിപ്ലസ് അന്ന് റെഡി ആയിട്ട് ഇതിപ്പോണ്ട്. വിളി ശെൽവൻ, സൂര്യശ്രീ, ശ്യാം ഒരു നല്ല ഗൈഡ് കൊടുത്തായിരിക്കും വരും. എടി നിന്റെ പിറകെ ആരെങ്കിലും ഉണ്ടാവും നോക്കിയാണ്. പണ്ട് നിങ്ങൾക്ക് സംശയം എന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ? അയ്യോ ആ സംശയമല്ല, കമ്മറ്റിക്കാർ ഓടിച്ചില്ലേ അവരാരെയും പിറകെ ഉണ്ടാന്ന്? ഇല്ല. ആരുമില്ലേ? ഇല്ല. എടി നീയും ആ സതീഷും കൂടെ ആ സ്കിറ്റ് കളിക്കാൻ കയറാണ് നീയൊക്കെ പൊളിച്ചത് പരിപാടി പൊളിച്ചത്. ഞാനും കൂടെ അന്ന് സ്കിറ്റ് പൊളിച്ചത്. ഒരു സ്കിറ്റിന്റെ ലീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് കളിക്കുന്നത്. അത് രാജാവിന്റെ വേഷമായി നിങ്ങളാണ് ലീഡ് ചെയ്യുന്നത്. ഒരു രാജാവ് കയറി പറയേണ്ട ഡയലോഗാണോ നിങ്ങൾ ആദ്യം അവിടെ കളിച്ചത്? ഞാനെന്തോന്ന് പറഞ്ഞു? എന്തു വരുന്ന ഡയലോഗ്? അങ്ങുന്നേ കാലയവനികയിലേക്ക് മടങ്ങി വരൂ എന്ന് പറയേണ്ടടുത്ത് നിങ്ങൾ എന്തോ പറഞ്ഞത്? കാലം കൂടെ എടുത്ത് മടക്കി വെക്കാൻ. അല്ല അത് ഈ മഴ സീസൺ അല്ലേ, അങ്ങനെ എന്റെ വായിൽ നിന്ന് വീണുപോയതാണ്. അത് പോട്ടെ. ഈ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സാധനം നിങ്ങൾ ചെയ്തു. എന്തുവാ ചെയ്തേ? മെഗാ ഷോ 2K25 എന്ന് പറയേണ്ടടുത്ത് മുകേഷ് 2K25 എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതെ ഇംഗ്ലീഷല്ലേ എനിക്ക് എഴുതി തന്നത്, ഞാൻ പിന്നെ അതെങ്ങനെ പറയും? നീ കൂടുതൽ ഞാനൊന്നും പറയണ്ട, നീ ഡയലോഗ് തെറ്റിച്ച്. ഞാനോ? നീ രാജാവിന് തോഴി തന്നെ. തോഴിയാ? നീ രാജാവിനോട് ചോദിക്കുന്ന എന്തോന്നാ? രാജാവേ അങ്ങയുടെ അനന്തര അവകാശി ആരെന്ന് ചോദിക്കണം. നീ ചോദിച്ചെന്തെന്നറിയാമോ? രാജാവേ അങ്ങയുടെ അന്തർവാഹിനി എവിടെയെന്ന്. അത് പിന്നെ കൂട്ടത്തിലുള്ള എല്ലാരും അങ്ങ് തെറ്റിച്ചപ്പോ ഞാനും കൂടെ തെറ്റിച്ചു. ഇനി അവർക്ക് ഇനി ഒരു ഈഗോ അടിക്കണ്ടല്ലോ, അതുകൊണ്ട്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അടുത്ത വർഷം എന്റെ സമിതിയിൽ പുതിയ ടെക്നിക്ക് വരുത്താൻ പോവുകയാണ്. എന്തോ ടെക്നിക്ക്? കർട്ടൻ അങ്ങോട്ട് മാറ്റും, ഷട്ടർ ഇടും. എനിക്ക് പരിപാടി കഴിഞ്ഞോണ്ട് ഷട്ടർ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ എങ്ങനെ അടിക്കും? നമ്മളാ എങ്ങനെ അടിക്കും? അവിടെ വന്നത് മുട്ടത്തേ ഉള്ളൂ ഇവന്മാര്. 4 നിക്കർ വാങ്ങിക്കാൻ അങ്ങനെ കാശില്ല, അങ്ങനെ ഒരു ഷട്ടർ വാങ്ങിക്കാൻ പോകുന്നു. കമ്മിറ്റിക്കാരാൻ തോന്നിയിട്ട് കമ്മിറ്റിക്കാർ നീ പേടിക്കേണ്ട കാര്യം തരും. 10-15 കൊല്ലമായി നമ്മളിവിടെ പരിപാടി നടന്നിരിക്കുമ്പോൾ കൊണ്ടും കൊടുത്തു തന്നെ നമ്മൾ നിൽക്കുന്നത്. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ അവിടെ ഇല്ല, ധൈര്യമായിട്ടില്ല. ചേട്ടാ അത് കമ്മിറ്റിക്കാരല്ല, നമ്മുടെ പരിപാടിയും കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാ. ചേട്ടൻ പേടി. എന്റെ ചേട്ടാ പോയി കാണുന്നില്ല. ചേട്ടാ അയ്യോ എന്റെ ചേട്ടൻ കിടറ്റി വീണേ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ, എന്റെ ചേട്ടൻ കിടറ്റി വീണേ. അയ്യോ എന്റെ ദൈവമേ, ഞാൻ ഇനി എന്തോ ചെയ്യൂ ഈശ്വരാ. അയ്യോ ഇവിടെ ആരും ഇല്ലയോ? അയ്യോ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അതെ ഒന്ന് ഓടി വരുവോ? ഞങ്ങളുടെ പരിപാടിയുടെ സ്പോൺസർ. എന്താ ഇവിടെ?
എന്റെ ഉണ്ണി കിണറ്റിൽ പോയി. ഇതെന്തിനാ ഈ കിണറ്റിന്റെ അറ്റത്തെ കൊണ്ടുവച്ച് ഇങ്ങനെ മുട്ടയും ഉണ്ണിയൊക്കെ കഴിക്കാൻ പോയി? അതല്ലേ തെന്നി പിടിച്ച് അങ്ങ് പോകുന്നേ? അയ്യോ അതല്ല, എന്റെ ഉണ്ണിയായിട്ട് എന്റെ കെട്ടിയും കിണറ്റിൽ പോയെന്ന് കേട്ടോ. ഒന്ന് ഓടി വന്നേട്ടാ. കിണറ്റി പോയെന്നോ? നീ വന്നേ. ഞാനേ വേദിയിൽ വെച്ച് കണ്ടപ്പോഴേ സത്യം പറഞ്ഞാ എനിക്ക് വേറെ എങ്ങോട്ടും ശ്രദ്ധ പോയില്ല. എനിക്ക് പേരെങ്ങനായിരുന്നു? സുമലത. സുമലത. ഈ നടിയെ കാണാൻ വേണ്ടി എത്ര പ്രാവശ്യം ആ സിനിമയൊക്കെ ഞാൻ ഓടിയിടന്ന് കണ്ടിട്ടുള്ളതാണെന്ന് അറിയോ? സുമലത എന്ന് പറയുന്ന നടി ഭയങ്കര, ഇത് സത്യം പറഞ്ഞ ആക്ടിങ് ഭയങ്കര രസമായിരുന്നു ചേട്ടാ. അത് അവിടെ കിടക്കുമല്ലോ, അത് നമുക്ക് എടുക്കാം. നീ വന്നേ. ആ കെട്ടിൽ എന്തെല്ലാം സാധനങ്ങൾ കിടക്കുന്നു, അതെല്ലാം നുള്ളിപ്പറങ്ങി എടുക്കാൻ നിന്നാ നമുക്ക് എടുക്കാം. അത് എന്റെ കിണ്ടി കിടപ്പുണ്ട്, എന്തെല്ലാം സാധനം കിടപ്പുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം എന്ന് പറഞ്ഞാൽ ചേട്ടൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് ഷോ ഉണ്ട്. പരിപാടിയുണ്ട്. പുള്ളി വന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമുക്ക് മെഗാ ഷോ ഉണ്ട്. കലാലോകത്ത് പുതിയൊരു സംഭാവന നൽകിയ എന്തെന്ന് ആലോചിക്കുക. കിണറങ്ങ് മൂടിയാലോ? അല്ല, ഞാൻ സ്പോൺസർ ചെയ്ത എന്റെ പരിപാടി പൊളിച്ചു വെച്ച് എന്റെ കിണറ്റിൽ തന്നെ വന്ന് ചാടി. അപ്പൊ എന്റെ വെള്ളം കൂടി പൊട്ടിച്ചു അല്ലേ? അല്ല സാർ, ഞങ്ങളുടെ ഈ പരിപാടിയുടെ സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ എല്ലാം ചേട്ടനാ. അപ്പൊ ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ടാ കുന്തളിച്ച് പൊളിച്ചേ അല്ലേ? സാറേ ഒന്ന് നോക്ക് സാറേ, എന്റെ ചേട്ടൻ കിണറ്റിൽ പോയി സാറേ. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് സമയമുണ്ടല്ലോ. 16 തൊടിയേ ഉള്ളൂ, നമുക്ക് ഇപ്പൊ ഇനി എടുത്തൂടെ? ഞാൻ പറയുന്നത് ഇതല്ലാതെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. സുമേ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്, എവിടെയാന്നൊരു കിട്ടുന്നില്ല. ഇത് ഐറ്റം വേറെ. ശോഭ ചേച്ചിക്ക് ഉത്സവം കാണാൻ പോയോന്നൊരു സംശയം. എന്താ പറഞ്ഞ? ഇത് ഐറ്റം വേറെ. എവിടെ? ഫ്ലവേഴ്സിലെ ഒരു ഷോയാ സാറേ. അതാ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ആളെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതില് ഈ നമ്മുടെ ജഡ്ജസ് ആയിട്ട് നമ്മുടെ ഈ സംക്രാന്തി എവിടെയാണ്? നല്ല അടിപൊളി സ്ഥലമാണ്, കോട്ടയത്തുള്ള സൂപ്പർ സ്ഥലം അത്. അയ്യോ അതല്ല, നസീർ സംക്രാന്തി ജഡ്ജോ? അടിപൊളിയാ, സൂപ്പറാ. ബിജുകുട്ടൻ ചേട്ടനോ? എല്ലാരും അടിപൊളിയല്ലോ, എന്തൊരു സ്നേഹം എല്ലാവർക്കും. ആണല്ലേ? എനിക്ക് ഒരു സിനിമയുടെ സബ്ജക്ട് സാറേ, എന്റെ ഭർത്താവ് സാറേ. നമുക്കത് എടുക്കാന്ന് പറഞ്ഞില്ലേ? അത് ഇത് എന്തിനു കരയുന്നത്? എങ്ങനെ സുമേ? ഞാനില്ലേ നിങ്ങളുടെ പരിപാടി സ്പോൺസർ ചെയ്താണല്ലോ, എന്തിനാ കിടന്ന് കരയുന്നേ? എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ അവരോട് സംസാരിച്ചിട്ട് ഞാൻ അത് സിനിമയാക്കി. എന്തെന്നാ സിനിമയുടെയോ? അതെ, സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ഇനി എഴുതി തുടങ്ങണം. സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ഇനിയിപ്പോ എഴുതി തുടങ്ങും. ഞാൻ 1-ാം തീയതി തൊട്ടാ നോക്കുന്നേ. വെളിവും വെള്ളിയാഴ്ചയെന്നാ സ്ക്രിപ്റ്റ്. അതെ. പിന്നെ അതിലൊരു നായിക, എനിക്ക് എന്റെ മനസ്സിലൊരു കൺസെപ്റ്റ്, നായികയുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ കുട്ടിയെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. നായികയായിട്ട് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. എന്റെ സ്വപ്നം തന്നെ മലയാള സിനിമയിൽ ഒരു നായിക. ശരി, വാ നമുക്ക് ഭർത്താവിനെ എടുക്കാം. കഥയൊന്ന് പറഞ്ഞു ബാക്കി കഥയൊന്ന് പറഞ്ഞിട്ട് പുള്ളി എടുക്കാം. അത് ശരി. അപ്പൊ കഥ എന്ന് പറയുന്നത് നമ്മുടെ ഈ വളക്കച്ചവടത്തിന്റെ ഒരു കഥയാണ് നടക്കുന്നത്. വളക്കച്ചവടം, അതായത് തമിഴ്നാട്ടിൽ നിന്ന് വളക്കച്ചവടത്തിന് വേണ്ടി വരുന്ന ഒരു നായികയാണ്. എല്ലാം പറയും, തമിഴ് മലയാളം എല്ലാം വരും. മീൻ കച്ചവടക്കാരിയല്ലേ, ഇത് വളക്കച്ചവടമാണെന്ന് നമ്മൾ അങ്ങനെ അത് വേണ്ട, അത് മതി. വളക്കച്ചവടം, അതിന്റെ മിതത്വം പാലിക്കണം നമ്മൾ ആക്ടിങ്ങില്. അപ്പൊ പിന്നെ ഇതില് പീതാംബരം എന്ന് പറഞ്ഞൊരു നമുക്ക് ഭർത്താവിനെ. അല്ല സാർ, ഇതോടെ ആ ക്യാരക്ടറിന്റെ പേര് പറഞ്ഞിട്ട് തീർത്തിട്ട് നമുക്ക് എടുക്കാം. പിന്നെ പീതാംബരം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട് കേട്ടോ. ഈ പീതാംബരം എന്ന് പറഞ്ഞ ക്യാരക്ടർ ടോവിനോ അല്ല, ടോവിനോ ചെയ്യാൻ പ്ലാൻ ചെയ്തായിരുന്നു. ആസിഫ് അലിയിലേക്ക് വന്നതാണ്. അവസാനം കറങ്ങി തിരിഞ്ഞ് പൈസ മുടക്കുന്നത് ഞാനല്ലേ, ഞാൻ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ നമ്മൾ പൈസ മുടക്കിട്ട് ചെയ്യേണ്ട കാര്യമല്ലോ. അങ്ങനെ ഞാൻ പീതാംബരം എന്ന് പറഞ്ഞ സംഭവമാണ് ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് ഭർത്താവിനെ എടുത്താലോ? ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെയും ഈ വളക്കച്ചവടക്കാരിയെ, ഇപ്പൊ കുട്ടിയാണ് ചെയ്യുന്നെങ്കിൽ കുട്ടിയെയും ഒരു ഗുഹയ്ക്കകത്ത് കയറ്റിയിട്ട് അടച്ചു വെക്കുന്നതാണ് സീൻ. ക്യാമറയും അല്ല, അവരെല്ലാം പുറത്ത് കാണും. 2 മാസം കഴിഞ്ഞേ നമ്മൾ പുറത്തിറങ്ങുള്ളൂ. നമ്മൾ രണ്ടുപേരും ഗുഹയ്ക്കകത്ത് മാത്രോ? അതെ. അവരെല്ലാം പുറത്തായിരിക്കും. 2 മാസം കഴിഞ്ഞ് നമ്മൾ വിയർത്ത് വെളിയിലേക്ക് ഇറങ്ങുന്നു. ക്യാമറ ഒക്കെ വെളിയിലാണ്, ഗുഹയ്ക്കകത്തല്ലേ ഇരിക്കുന്നത്. അതിന്റെ വിയർപ്പ് നമുക്കുണ്ടാവും. ആ ടെൻഷനിൽ നമ്മൾ ഇറങ്ങുന്നു. അതാണ് സിറ്റുവേഷൻ. അങ്ങനെ ക്യാമറ ട്രിക്കാണ്. സാറിന്റെ ട്രിക്ക്. സാർ അവിടെ നിൽക്കും. അയ്യോ എന്റെ ചേട്ടാ സാറ് ഒന്ന് രക്ഷപ്പെടുത്തു സാറേ. എന്തിനാ ടെൻഷൻ? നമ്മുടെ കിണറ്. പാട്ട് വല്ലോ എങ്ങനെ ഈരടികൾ വല്ലോ മൂളൂ. പാട്ട് പാടോ? ഏത് പാട്ടാ? കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ. എവിടുന്നാ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്? ഒന്നുകൂടെ മൂളിയേ. വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ. മെഗാഷോക്കാരൻ പോയിട്ടില്ല, ഉണ്ട്. ഹലോ മാഷേ. നമസ്കാരം.
നമസ്കാരം മാഷേ. വരൂ 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 കയറി വരൂ. അയ്യോ ഇവിടെ ഭയങ്കര തെറ്റലി. സ്റ്റേജിൽ കിടന്ന് തെറ്റിച്ചാ പോരാഞ്ഞിട്ട് തൊടിയിൽ ഇറങ്ങി തെറ്റിക്കുക. വരൂ വരൂ. കയറി വരാൻ പറ്റുന്നില്ല സാറേ. ഞാൻ ശ്രമിക്കുന്നുണ്ട്, കയറി വരാൻ പറ്റുന്നില്ല. 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 സാർ എങ്ങനെയില്ല എന്തേലും പറഞ്ഞു കേട്ടെടുക്കും സാർ. എന്തേലും പറഞ്ഞ് കേറ്റാന്ന് വെച്ചാ എങ്ങനെ കേട്ടാനാ? എങ്ങനെയില്ല സാറ്. പുള്ളിയുടെ പേരെന്താ? പുള്ളിയുടെ പേര് ഉണ്ണി. ഉണ്ണി. മെഗാ ഷോ ഉണ്ണി അല്ലേ? ഒരു ടെക്നിക്ക് നമുക്ക് പ്രയോഗിച്ച് നോക്കാം. നല്ല രീതിയിൽ ഒരു മെഗാ ഷോ അവതരിപ്പിച്ച ഉണ്ണിക്ക് വേദിയിൽ ആദരവ്. വേദിയിലേക്ക് ആദരവ്, സ്വാഗതം മിസ്റ്റർ ഉണ്ണി. മെഗാ ഷോ എങ്ങനെ കയറി വരും? എത്ര തെറ്റലുണ്ടെങ്കിലും കയറി വരാൻ പറ്റും സംഭവം. സാറേ ഒരു പരിപാടി ഒന്ന് പാളിപ്പോയി. അയ്യോ എന്ത് പാളി? എവിടെ പാളി? ഒരു പ്രശ്നമില്ല. ഇത് നമ്മുടെ നാട്ടുകാര്, നമ്മുടെ വിഷയം. മനുഷ്യരല്ലേ, യന്ത്രങ്ങളല്ലല്ലോ. നിങ്ങൾ എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത്? സാർ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ചെവിക്കലിന് അടി കൊണ്ട് കഴിഞ്ഞാൽ തലയ്ക്കാണ് കേട്. അപ്പൊ ഡോക്ടർ പറയേണ്ട കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ചാ ഇതെല്ലാം കാണിച്ചു കൂട്ടിയല്ലേ? ഞാൻ 3 ദിവസം പരിപാടി കഴിഞ്ഞിട്ട് 3 ദിവസം ഡോക്ടറെ കാണാൻ പോകും. അതെന്താ 3 ദിവസം ഡോക്ടറെ കാണാൻ പോകുന്നത്? പിന്നെ റെസ്റ്റ് വേണ്ടി ഡോക്ടറെ കണ്ടേ പറ്റൂ. പിന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു കാര്യത്തിലും ഇവിടെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വന്നേക്കുന്ന ഇവിടെ എന്റെ നാട്ടിലാണ് വന്നേക്കുന്നത്. ഞാൻ സ്പോൺസർ ചെയ്ത പരിപാടിയാണ് ചിപ്പാളിപ്പോയെ. സാറേ ഈ സീസണിൽ ആകെ ഒരു പരിപാടി മാത്രമേ കുളമായിട്ടുള്ളൂ. ഒരു പരിപാടി മാത്രമേ കുളമായിട്ടുള്ളൂ. പരിപാടി മാത്രം. ഇതിന് മുമ്പുള്ള പരിപാടി എവിടെയായിരുന്നു? ഈ സീസണിലെ ആദ്യത്തെ പരിപാടി ഇതായിരുന്നു. ആദ്യത്തെ പരിപാടി ഇതായിരുന്നു. നിങ്ങള് സമിതിയുടെ പേരെന്താ പറഞ്ഞേ? മണ്ഡലത്തുരുത്ത് കീർത്തന. ഇത് നമ്മുടെ ഇവിടെ ചവറയിലോ അങ്ങനെ എവിടെയോ ഭാഗത്ത് നിങ്ങൾക്ക് എന്തോ പ്രശ്നം? അത് കഴിഞ്ഞ വർഷത്തെ പരിപാടി എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. അയ്യോ അത് കഴിഞ്ഞ വർഷം ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. ഭയങ്കര ജനത്തിരക്കായിരുന്നു. ഇതിന്റെ സ്പോൺസർ ഫ്രണ്ട് ഇരിക്കുകയായിരുന്നു. അയ്യോ ആ ശരി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ശബ്ദാനുകരണമായിരുന്നു. ശബ്ദാനുകരണം പിന്നെ അന്ന് ഭയങ്കര ഇഷ്ടമല്ലേ? അങ്ങനെ ആദ്യം ഞാൻ സത്യൻ മാഷിനെ ഭയങ്കര കയ്യടി. കയ്യടിക്ക് സത്യം മാഷിനെ കേട്ട കയ്യടിക്ക് താരുണ്ട്. രണ്ടാമത് തിലകൻ സാറിന് അടിച്ചു കൊടുത്ത് കയ്യടി കൊണ്ടും. പിന്നെ ഷമീതിരൻ സാർ മറ്റേ പ്രജയിലെ സിനിമയിൽ ഡയലോഗല്ലേ പ്രജയില് പുള്ളി അടിച്ചേക്കുന്നത്. മറ്റേ ഞാൻ പറഞ്ഞുതരാം. കൂട്ടി കൊടുക്കാൻ പറ്റൂ സക്കീർ ഭായിക്ക്? കൂടെ നിൽക്കുന്നവന്റെ കുതിര വിട്ടാൻ പറയൂ സക്കീർ ഭായി. ഇത് പറഞ്ഞതും സ്പോൺസർ ചെവിക്കലുള്ള ഒരു അടി തന്നതാണ്. ഇത് പറഞ്ഞതിന് എന്തിനാണ് സ്പോൺസർ? ഏത് സ്പോൺസറാണ് തല്ലിയത്? ഇത് പറഞ്ഞ ഏത് സ്പോൺസറാണ് തല്ലിയത്? അതെന്തിനാ തല്ലിയത്? അയാളുടെ പേരായിരുന്നു സക്കീർ അലി ഹുസൈൻ. ആരെ? ആ സ്പോൺസറുടെ. അയ്യോ അയാളെ മുമ്പത്തെന്നാണ് ഇത് പറഞ്ഞത്. അതൊക്കെ ഓക്കെ, അവിടെ സംഭവിച്ചൊക്കെ സംഭവിച്ചു. ഓക്കെ, എന്റെ അമ്പലത്തിൽ എന്തായിരുന്നു പ്രശ്നം? അത് അറിഞ്ഞാൽ അത് വേറൊന്നുമല്ല. നമ്മളെ ശിഷ്ടം വെക്കുന്ന പയ്യനുമായിട്ടൊരു പ്രശ്നം. ആരെ? നമ്മളെ ഫ്രണ്ട് ഇരിക്കുന്ന ശിഷ്ടം വെക്കുന്ന ഒരാള്. ശിഷ്ടം വെക്കുന്നു? ഓ ഫ്രണ്ടില് മറ്റേ സൗണ്ടിന്റെ ശിഷ്ടമൊക്കെ മനസ്സിലായില്ല. സിസ്റ്റം വെക്കുന്ന പയ്യൻ. സിസ്റ്റം വെക്കുന്ന സിസ്റ്റം. ആദ്യം എവന്റെ അടുത്ത് പറഞ്ഞു പഠിക്കാൻ പറ. നടക്കുന്ന അവന്റെ അടുത്ത് പറഞ്ഞു പഠിക്കാൻ പറ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് എന്തായിരുന്നു പ്രശ്നം? വിജയാനന്ദന്റെ ഫിഗറാണ് ഞാൻ ചെയ്യുന്നത്. വിജയാനന്ദന്റെ ഫിഗർ. പിന്നെ അതിനകത്തൊരു പാട്ടുണ്ട്. പിന്നെ ആ പാട്ടും ആക്ഷനുമാണ്. സിറുക്കുറാണി ഒനക്ക് എനക്ക് കളവാണി ഇങ്ങനെ കാണിച്ച വേവും വിചാരിച്ച് പാട്ട് മാറ്റിയതാണ് കാണിച്ചത്. അങ്ങനെ പാട്ടങ്ങ് മാറ്റി. അയ്യോ അങ്ങനെ വന്ന പ്രശ്നമല്ല, വേറെ ഒരു പ്രശ്നം. അവിടെ തൊട്ടാണ് പാളിയത്. സംഭവിച്ചതെല്ലാം സംഭവിച്ചു, വേറെ വിഷയമില്ല നിങ്ങൾക്ക്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാലേ, എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിപാടി വെച്ചത്. അല്ല ഈ മെഗാഷോ വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഓർമ്മ വരുത്തും? അയ്യോ അതല്ല, ഞാൻ ഡെയിലി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ് മെഗാഷോ കളിക്കാൻ വേണ്ടി. എന്റെ അച്ഛന് ഒരു ഓർമ്മയില്ല. അത് ഓർമ്മയില്ലാത്തല്ല, പിന്നെ ഓർമ്മയില്ലാത്തായി പുള്ളി അഭിനയിക്കുന്നതാണ്. അതിന് ഇല്ലെങ്കിൽ ആദ്യത്തായിട്ട് പുള്ളി കിട്ടും. അത് മനസ്സിലായില്ലേ? അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ പരിപാടി വെച്ചത്. അല്ല ഈ മരിച്ച അച്ഛന് വേണ്ടി ഓർമ്മിക്കുന്നതിന് സാറേ, മരിച്ചാൾ മരിച്ചു പോയില്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ മെഗാ ഷോ ഞാൻ വെച്ചതെന്ന്. അയ്യോ അങ്ങനല്ല സാറേ, ഇത് സാറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചെന്ന് പറയാണ് സാറേ. മരിച്ച ആൾക്ക് എന്തിന്റെ ഓർമ്മ? മരിച്ചു പോയില്ലേ സാറേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ മെഗാ ഷോ ഞാൻ വെച്ചതെന്ന്. നിങ്ങൾ മനസ്സിലായില്ലേ? പറഞ്ഞത് കറക്റ്റ് ആണ് സാറേ. സാറിന്റെ അച്ഛൻ മരിച്ചു പോയില്ലേ, പിന്നെ എന്തിന് പുള്ളിക്ക് ഓർമ്മ? ഒരു നിമിഷം ഞാൻ എന്റെ അച്ഛനെ കൊന്ന നീയാണോ? അയ്യോ കാണല്ലേ, പിന്നെ ഞാനല്ലേ തീരുമാനിക്കുന്നു. അങ്ങോട്ട് എന്റെ അച്ഛൻ മരിച്ചെന്റെ ഓർമ്മയ്ക്കല്ലേ? അച്ഛൻ എങ്ങനെ മരിച്ച? അച്ഛൻ കരഞ്ഞാണോ മരിച്ച? എന്തു പറ്റി? അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ് അച്ഛൻ. സാധാരണ രീതിയിൽ ആൾക്കാർ കഷ്ടപ്പെടുന്ന പോലെ അല്ല അച്ഛൻ കഷ്ടപ്പെട്ടു. കൂലിപ്പണിയൊക്കെ എടുത്താണ് പഠിപ്പിച്ചത്. കൂലിപ്പണിയാണെങ്കിൽ നമുക്ക് സഹിക്കാം. പിന്നെ അച്ഛൻ ജംബോ സർക്കസിലായിരുന്നു. ഒരങ്ങനായിരുന്ന ജംബോ സർക്കസിൽ വലിയ വളയല്ലേ, വലിയ വളയം. ആ വലിയ വളയത്തിൽ നിന്ന് അച്ഛനെടുത്ത് ഇങ്ങനെ ചാടുമായിരുന്നു എന്റെ അച്ഛൻ. എനിക്ക് ആഹാരം മേടിച്ചു തരാൻ വേണ്ടി എന്റെ അച്ഛൻ എടുത്ത് ചാടുമായിരുന്നു. ഞാനല്ലേ താഴെ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ പുല്ലൻ ചാടൂലെന്ന്. നമ്മൾ പട്ടിണിയായി പോകൂലേ? നമ്മൾ പട്ടിണി
സമയമായി പോകില്ല, ഇത് ചെയ്യണ്ടേ? നമ്മൾ അങ്ങനെ സാറേ അപ്പം അത് എനിക്ക് മറക്കാൻ പറ്റത്തില്ല സാറേ നമ്മൾ പോട്ടെ സാർ പരിപാടി. ഓക്കെ, പരിപാടി ഓക്കെ, സന്തോഷം. അതൊക്കെ വിട്, എന്റെ ഫീലിങ്സ് ഒക്കെ നിങ്ങൾ വിട്. പിന്നെ എങ്ങനെ ഈ മെഗാ ഷോ ഇല്ലാത്തപ്പോ എങ്ങനെ മെഗാ ഷോ ഇല്ലാത്തപ്പോ പറയത്തക്ക? ഹലോ, രണ്ടുപേർക്കും കിട്ടിയില്ല. ഈ മെഗാ ഷോ ഇല്ലാത്തപ്പോഴേ പറയത്തക്ക മനസ്സിലായില്ലേ? അല്ല മനസ്സിലായി സാറേ, ഞാൻ പറഞ്ഞുതരാം, അവിടെ കേൾക്കണ്ട. കണിയാപുരത്ത് ഞാൻ മുമ്പ് വർഷാപ്പിൽ നിന്നു തൊട്ടടുത്ത് എനിക്കൊരു പറയത്തക്ക ഉണ്ടായിരുന്നു. അതെന്റെ അമ്മാവൻ വന്ന് കണ്ടുപിടിച്ച് എന്നെ വിരട്ടി അടിച്ച് പിരുത്തലെന്ന് പറഞ്ഞ് അതങ്ങ് നിർത്തി. ഇപ്പൊ ചെറുനീര് ഒരു ചെറിയൊരു പറയത്തക്ക ഉണ്ട്. ഇവിടെ അടുത്ത് പറയില്ല. നിങ്ങളിത് എന്തോ പറയുന്നത്? ഇതെന്തോ പറയത്തക്ക? നിങ്ങൾക്ക് മെഗാ ഷോ ഇല്ലാത്തപ്പോ എന്താ പറയത്തക്ക എന്നല്ലേ ഞാൻ ചോദിച്ചത്? ഇതാണോ ചോദിച്ചത്? അല്ല, അത് നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെ പറയില്ല സാറേ. പറയത്തക്ക പരിപാടിയൊന്നുമല്ല, ഞങ്ങൾ ജീവിക്കും. ഓക്കെ ഓക്കെ, ഞങ്ങൾ പോകട്ടെ സാറേ. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോ. അയ്യോ വേണ്ട സാറേ, ഒന്നാമത് പരിപാടി നമ്മൾ കഴിക്കൂല. ഗസ്റ്റുകൾക്ക് വരാല്ല, പരിപാടി പൊളിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇറങ്ങൂല. ടെൻഷൻ അടിക്കണ്ട. ഗസ്റ്റുകൾക്ക് വേണ്ടിട്ട് ക്രീം പന്ന്. അല്ല വേണ്ട വേണ്ട സാറേ, വേണ്ട. ഇരിക്കൂ മനുഷ്യ, ഇരിക്കൂ മനുഷ്യ, ഇരിക്കൂ. മേഡം ഇരിക്കൂ. അതിനെന്താ, സുമ ഇരിക്കൂ. കണ്ടാ പിന്നെ കളഞ്ഞിട്ട് പോകാനും തോന്നുന്നു. വേണ്ട, കഴിക്കാൻ വേണ്ട. കഴിച്ചോളൂ, കഴിച്ചോളൂ. ക്രീമൊക്കെ ഉണ്ട് തിന്നെ. ഇതൊക്കെ എങ്ങനെ ഇറങ്ങുന്നെന്നാണ് കൊച്ചുങ്ങൾ കഴിക്കണ്ടേ? വീട്ടില് ഈ കോഴി, പശു, ആട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലേ? അപ്പൊ ഇന്ന് ഇവിടെ പരിപാടിക്ക് കിട്ടിയ പൈസ സാധനം മേടിച്ചു ഒരു സാധനം പോലും ഇതിനൊന്നും കൊടുക്കല്ലേ? കുഴഞ്ഞു വീഴൂ ഇതൊക്കെ. ബാക്കിയുള്ള കഷ്ടപ്പെട്ടേ, ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ പൈസ നിങ്ങളെ പറഞ്ഞാൽ വേണ്ട, ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ടാത്തോണ്ട്. നിങ്ങൾ കഴിക്കണ്ട. ചേട്ടൻ നല്ലൊരു കോള് വരുന്നു. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോകും. അല്ല വേണ്ട വേണ്ട വേണ്ടാത്തോണ്ട്. അയ്യേ, ഇത് എന്ത് പറയാനെന്ന് പറഞ്ഞു സാറേ. ഇല്ല 1.5 ലക്ഷം പറ്റൂല, 2 ലക്ഷം വേണമെന്നു താരങ്ങളെ കൊണ്ട് ഇറക്കിയല്ലേ ഞാൻ. പിന്നെ അവർ പിന്നെ പൈസ വേണം, ഞാൻ എന്റെ വൈഫിന്റെ കൊടുക്കാം. അവള് കറക്റ്റായിട്ട് പറയും. 2 ലക്ഷം പറയാം. ഹലോ, പരിപാടിയോ? എന്നാ ബുധനാഴ്ച വേണമെന്നോ? 2 ലക്ഷം രൂപയിൽ കുറയത്തില്ല കേട്ടോ. ചേട്ടൻ വാങ്ങിക്കുന്ന പോലും 1 ലക്ഷമാ. ഇന്നത്തെ പരിപാടി അതിഗംഭീര പരിപാടി അല്ലായിരുന്നോ? സ്പോൺസറുടെ വീട്ടിൽ ഫുഡും കഴിച്ചോണ്ടിരിക്കുന്ന സമയമാ. കൊടുക്കണോ സ്പോൺസർക്കോ? ഞാൻ സംസാരിക്കാം. ഹലോ, നമസ്കാരം. അതെ, നമ്മുടെ ക്ഷേത്രത്തിൽ പരിപാടി ഉണ്ടായിരുന്നു. മൺട്രോത്തുരുത്ത് സങ്കീർത്തനയുടെ പരിപാടി ഉണ്ടായിരുന്നു. എനിക്ക് ഒരൊറ്റ അഡ്വൈസ് മാത്രമേ നിങ്ങൾ തരാനുള്ളൂ. നിങ്ങൾ ഈ 50 രൂപയുടെ പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് 500 രൂപയുടെ എണ്ണ മേടിക്കുന്നത്? അതെന്തിനാണ് ചെയ്യേണ്ട? അതിൽ കാര്യം എന്തോന്നാ? അതിന്റെ ആവശ്യമില്ല കേട്ടോ, അതിന്റെ ആവശ്യമില്ല. ഞാൻ സംസാരിക്കും. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഷോക്കായുള്ള ഒരു കാര്യം കൂടെ എഴുതി വെക്കണം. നിങ്ങൾ പരിപാടി അവതരിപ്പിക്കുന്നിടത്ത് ഒരു കിണറും കൂടെ വൃത്തിയാക്കുന്നു. 2 കിണർ വൃത്തിയാക്കിയിട്ട് ഇവിടെ പോകും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മര്യാദ എന്ന് പറഞ്ഞ സംഭവം ഒരു മര്യാദ. നിങ്ങളോട് ഞാൻ പറഞ്ഞതാ, ഓടുമ്പോ നോക്കിയോട്ടെ. നിങ്ങൾ എന്തോ കാര്യത്തിനാ കിടത്തിനകത്തോട്ട് എടുത്ത് ചാടിയത്? എന്തോത്തിനാന്ന് കേട്ടി ചാടി? എന്ത് എത്തിപ്പോലും ഭക്ഷണം ആരെങ്കിലും തന്നല്ലേ? ഇങ്ങനെ ഒരു മനുഷ്യൻ. നല്ലൊരു കൈഡി ടീം. ട്രിപ്ലസിനൊരു ഉഷാർ കൈഡി. നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതുമല്ല എനിക്കിഷ്ടമുള്ള ഒരു ടീമാണ് ഇവരെ കുറേ എപ്പിസോഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ഇതൊക്കെ വെച്ചിട്ടൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളുടെ ഷോ വരുമ്പോൾ അത് കാണാൻ അതൊരു പ്രത്യേക താല്പര്യം. അത് നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ആഹാരം കഴിക്കുന്ന ഇത് എങ്ങനെ കഴിക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, നാണമാനം ഇല്ല എന്നല്ലേ ഉദ്ദേശിച്ചത് അല്ലേ? രസമായിരുന്നു കേട്ടോ നിങ്ങളുടെ എക്സ്പ്രഷൻ. എനിക്ക് ഭയങ്കരമായിട്ട്. എന്നിട്ട് രണ്ടുപേരും കൂടെ അങ്ങനെ എണീച്ചതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ക്യൂട്ട്, നന്നായിരുന്നു. താങ്ക് യു ചേട്ടാ. അത്യാവശ്യം നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. തമാശകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ബാലയൊക്കെ കളിക്കുന്നതും ബാല പൊളിഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടാക്കണം അല്ലേ? അപ്പോൾ അതേപോലത്തെ ഒരു സിറ്റുവേഷനാണ്. കാരണം ഒന്നില്ലെങ്കിൽ സ്റ്റേജിൻ്റെ അടുത്തിട്ട് പിടിക്കുക, അല്ലെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കുക എന്ന് നേരെ കയറി വന്നിട്ട് സ്പോൺസറുടെ വീട്ടിൽ കയറുക. ഒരു ഗതികെട്ട കലാകാരന്മാരെ. അതെ അതെ അതെ, അത് നമ്മൾ സ്പോൺസറുടെ വീട്ടിൽ കയറുക, കിണറ്റി വീഴുക എന്ന് പറയുമ്പോൾ ആലോചിച്ചു. അറിയില്ലല്ലോ, രാത്രിയിലുള്ള ഓട്ടം അല്ലേ? മാപ്പ് നോക്കിയിട്ടല്ലല്ലോ ഓടുന്നത്. അത് എനിക്ക് തോന്നുന്നു ഈ മറ്റേ സ്പോൺസർ പകുതിയായപ്പോൾ പോകുന്ന അവിടെ നിന്ന് എഴുന്നേറ്റ് പുള്ളി തലക്ക് വെളിവില്ലാണ്ട് കിടന്ന് ഉറങ്ങിയിടുന്നോണ്ട് ആ കിണറ്റിൽ വന്ന് ചാടിയതല്ല, പുള്ളി ധൈര്യം കൊടുത്തിട്ട് പുള്ളി ഒളിച്ചതാണ്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ പുള്ളിക്കാരനെ കിണറിൽ നിന്ന് കയറ്റുന്നൊരു ഐഡിയ, അയ്യോ അത് ബ്രില്യന്റ്
സാധനം വരുന്നത്. പിന്നെ ഈ പറഞ്ഞോട്ട് ഈ നമുക്ക് അതൊരു എന്താ പറഞ്ഞാൽ ശരിക്കും ഒരു ചെറിയൊരു കണ്ണുനീര് പോലെ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു നൊമ്പരുണ്ടാക്കുന്ന സാധനമാണ് ഭക്ഷണം കൊടുത്തിട്ട് അവിടെ നിന്നിട്ട് ഇത് എങ്ങനെ ഇറങ്ങണം എന്ന് നോക്കുമ്പോൾ അത് കഴിക്കാതിരുന്ന നന്നായി. കാരണം അതിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ മെഗാ ഷോ പൊളിഞ്ഞെങ്കിലും നിങ്ങൾക്കൊരു വ്യക്തിത്വം ഉണ്ടെന്ന് അതിനകത്ത് കാണിച്ച്. സ്വാഭിമാനം. അതെ അതെ അതെ, അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ മൂന്നുപേരും കൂടുമ്പോൾ ഉള്ളൊരു ആ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ കുറച്ച് ലാഗുണ്ടായിരുന്നു. തമാശകൾ കുറേയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലായേനെ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല സ്കിറ്റായിരുന്നു. അത്യാവശ്യം ചിരിക്കാനും കാര്യങ്ങളും ക്ലൈമാക്സും ഉണ്ടായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. നല്ലതായിരുന്നു. ഒരു പരിപാടി പൊളിയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യം അല്ലേ? അത് ആർട്ടിസ്റ്റും അതെ, അത് സ്പോൺസർ ചെയ്ത സ്പോൺസർക്കും അതെ. അങ്ങനെ നിങ്ങളുടെ ഈ കലാജീവിതത്തിൽ എവിടെയെങ്കിലും പരിപാടി പൊളിയുകയോ ഇങ്ങനെ ഓടേണ്ട അവസ്ഥയോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? കിണറ്റി വീഴുകയല്ല, അല്ലാതെ ഓടേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ? എത്ര ഓടിയിട്ട് വന്നതാണല്ലേ? അല്ല, ഞങ്ങൾ പണ്ട് പോയപ്പം പൊളിഞ്ഞതല്ല പരിപാടി. സ്പോൺസർ ഈ ടിക്കറ്റ് പ്രോഗ്രാമായിരുന്നു, കോഴിക്കോടാണ് പരിപാടി. അപ്പം ടിക്കറ്റ് ഉദ്ദേശിച്ച പോലെ വിറ്റ് പോയില്ല. അപ്പം മുമ്പേറെ പൈസ വാങ്ങിച്ചിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലീഡർ പരിപാടി ചെയ്യുകയുള്ളൂ. മുമ്പേറെ പൈസയ്ക്ക് വേണ്ടിയിട്ട് 7 മണിക്ക് തുടങ്ങേണ്ട പരിപാടി 9 മണിയായിട്ടും തുടങ്ങിയില്ല. ജനങ്ങൾക്ക് ബാക്കി കാശ് കൊടുത്ത് കയറിയ കുറച്ച് പേർക്ക് എന്തായാലും കാണാതെ പോകാനും പറ്റൂലല്ലോ. അവരങ്ങോട്ട് പ്രശ്നമായി. അടിയുടെ വക്കെത്തും എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആദ്യം ഇറങ്ങി ഓടി. ഞാൻ പുറവഴി ഓടി. അന്നൊന്നും നമ്മൾ ഫേമസ് ഒന്നുമല്ല, ആരും അറിയത്തുമില്ല കേട്ടോ. ഇനി മെയിൻ ആളെ എല്ലാവർക്കും അറിയാവുന്ന ആളുടെ പേര് ഞാൻ പറയൂല. ഞാൻ ഇറങ്ങി ഓടിയിട്ട് ഒരു 1 കിലോമീറ്റർ അപ്പുറം ഒരു കടയുടെ തിണ്ണേ പോയിരിക്കുക. കാര്യം വണ്ടി ആ വഴി വരുവാണെങ്കിൽ കയറി പോകാമല്ലോ എന്ന് വെച്ച്. പക്ഷേ ഇവർ വന്നില്ല. ഇവരെ അവിടെ കമ്മിറ്റിക്കാരവിടെ നിർത്തി, ബാക്കിയുള്ള ആൾക്കാരവിടെ പിടിച്ച് നിർത്തി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. തിരിച്ചു പോകാൻ നമുക്ക് വഴി അറിയത്തില്ല, തിരിച്ചു പോകാൻ പൈസയും ഇല്ല. പിന്നെ ആ 1 കിലോമീറ്റർ തിരിച്ച് നടന്നപ്പോൾ ആൾക്കാരെല്ലാം പോയി. ഈ കുറച്ച് പേരും ഈ ട്രൂപ്പും അവിടെ ഉണ്ട്. ചെന്ന് നോക്കിയപ്പോൾ നാളെ കളിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ബാക്കി ആളും കൂടെ കയറിയിട്ട് കളിച്ചിട്ട് സ്പോൺസർ ആ വഴിക്ക് അങ്ങ് മുങ്ങി. അതൊന്നും ഇവരെ ബാധിക്കുന്ന കാര്യമില്ല. ഞങ്ങൾ പൈസ കൊടുത്ത ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഞങ്ങളെ കാണിച്ചിട്ട്. അജി ഉണ്ടായിരുന്നു, പക്രു ഉണ്ടായിരുന്നു കൂടെ അന്ന് ട്രൂപ്പിലുണ്ടല്ലോ. ആരുടെയും പേര് പറയില്ല. ഇപ്പോഴത്തെ എല്ലാ ഫേമസ് ആൾക്കാരും അതിലുണ്ടായിരുന്നു. പരിപാടിയൊക്കെ നല്ല പരിപാടിയാണ്. പക്ഷെ കളിച്ചെങ്കിലെല്ലാം നല്ലതാണോ ചീത്തയാണെന്ന് പറയാൻ പറ്റും. പക്ഷെ കളിച്ചില്ല, പിറ്റേന്ന് കളിച്ചിട്ട് പോരേണ്ട വന്നു. അല്ല, ചില കാര്യങ്ങൾ അങ്ങനെ നമ്മൾ പരിപാടി പൊളിയാതെ തന്നെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞങ്ങളൊരു സ്ഥലത്ത് കണ്ണൂർ, ഇപ്പോഴും നമുക്ക് ആ അമ്പലമൊന്നും പറയുന്നത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ മറ്റേ വെടിമരുന്ന് ഇട്ടിട്ട് അത് ഷോർട്ട് ചെയ്തിട്ട് പൊട്ടി ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഭയങ്കര ഒരു ക്ലൈമാക്സിൽ ഒരു മറ്റേ ബോംബ് വെച്ച് എണ്ണുന്ന ഒരു പരിപാടിയാണ്. നല്ല പരിപാടിയാണ്. പരിപാടിയൊക്കെ നല്ല ഏറ്റവും അവസാനത്തെ സ്കിറ്റ് ഇതാണ്. അപ്പോൾ ഭയങ്കര ജനം. അപ്പോൾ ഈ ലൈറ്റ് ചെയ്യുന്ന ആളാണ് ഇത് ടിക്കെന്ന് പറഞ്ഞ് പൊട്ടിക്കണത്. അപ്പോൾ അവനോട് പറഞ്ഞാൽ ബോംബൊക്കെ നന്നായിരിക്കണം കേട്ടോ, നമ്മൾ പരിപാടിയൊക്കെ അസല പരിപാടിയാണ്. അപ്പോൾ ഇതൊന്ന് ചിലപ്പോൾ സമയത്ത് എന്നൊക്കെ കാണിക്കും എന്നൊക്കെ ആവും. കാരണം അത് കെട്ടണേൻ്റെ ഒക്കെ ഗുണമാണ്. അപ്പോൾ അവനോട് പറഞ്ഞു വെച്ചേക്കണം. അവൻ പാവം പരിപാടി നന്നാവാൻ വേണ്ടി കുറച്ചും മരുന്നൊക്കെ കൂടുതലിട്ട് കെട്ടി പൊടിച്ച് അവസാനം ഈ സാധനം സ്വിച്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ പഞ്ചായത്തിലെ മൊത്തം കറണ്ട് പോയി. ആ പഞ്ചായത്തിലെ കറണ്ടില്ല, എന്ത് സംഭവിച്ചെന്നറിയില്ല. പരിപാടി നല്ലായിരുന്നു, വിട്ടില്ല, കറണ്ട് വന്നിട്ട് പോയത്. 3 ദിവസം 4 ദിവസം അവിടെ പവർ കട്ടായിരുന്നു. പിറ്റേ ആഴ്ച കണ്ടാണ് വിട്ടത് ഞങ്ങളാ. ഇന്ന് ഞങ്ങളവിടെ കലഞ്ഞിരിഞ്ഞാക്കാം. ഞങ്ങള് അറിയാല കറണ്ട് വന്നില്ലല്ലേ, കറണ്ട് വന്നില്ല. 4-5 ദിവസം അവിടെ ഞങ്ങള്. അങ്ങനെയൊക്കെ നമ്മുടെ കുഴപ്പമില്ലാത്ത രീതിയിലും ചിലപ്പോൾ പരിപാടികൾ പൊളിയാറുണ്ട്. പക്ഷെ ഇത് പൊളിഞ്ഞില്ല കേട്ടോ, ഇത് കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലാതെ അങ്ങ് ഓടിച്ചു പോയി. ക്ലൈമാക്സ് പിന്നെ നീ ഓൾറെഡി രക്ഷപ്പെട്ടു. ആ 2 പാവങ്ങളെ ഏൽപ്പിച്ചു. അവരും പറഞ്ഞു ഫുഡ് കിട്ടിയില്ലേ, അങ്ങനെയും പറഞ്ഞവർ അവസാനിപ്പിച്ചു. പാവങ്ങളെ ഏൽപ്പിച്ചു. അപ്പൊ എന്തായാലും വലിയ കുഴപ്പമില്ല, രക്ഷപ്പെട്ടു പോയി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പം കൈവാട പൈസ കൊടുക്കാം അല്ലേ? പിന്നെ അമ്പി ചേച്ചി ആദ്യം കൊടുക്കട്ടെ. എത്ര രൂപ? ഞാനൊരു 12,000 രൂപ. ഞാൻ ഒരു 12,000 രൂപ ഞാനും കൊടുക്കാം. 12,000. 24,000 രൂപ ആയിട്ടുണ്ട്. പോരായ്മ ഉള്ളത് ഞാൻ അങ്ങ് ബാലൻസ്. സ്പോൺസറിന്റെ കാശ് കുറച്ച് പോയിട്ട് അതെ, എന്തായാലും ഞാൻ വിട്ടാക്കാം. പിടിച്ചോ. 60,000 രൂപ. അപ്പൊ പൊളിഞ്ഞിട്ടില്ല പരിപാടി. അല്ല, പരിപാടി ഓക്കെയാ. അപ്പം അടുത്ത സ്പോൺസർ പരിപാടിക്ക് ഇവരെ തന്നെ വിളിക്കാം കേട്ടോ. എന്നാലും നമുക്ക് ഒന്നുകൂടെ കിണറ്റി വിടാൻ പറ്റുള്ളൂ. തൽക്കാലം ഇന്നത്തെ സ്കിറ്റുകൾക്ക്, ഇന്നത്തെ ചിരിക്ക്, ഇന്നത്തെ കോമഡിക്കൊക്കെ വിടാം. ഇതിലും നല്ല സ്കിറ്റുകളും ഇതിലും ഒരുപാട് കൗണ്ടറുള്ള സ്കിറ്റുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.